യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കോൺഗ്രസ്. രാഷ്ട്രീയ പ്രേരിതമായാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന തങ്ങളുടെ വാദത്തിന് ബലം പകരുന്നതാണ് 4 കേസുകളിൽ 2 ദിവസം കൊണ്ട് രാഹുലിന് ജാമ്യം ലഭിച്ചതെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ്. സർക്കാരിനെതിരായ തുടർ പ്രക്ഷോഭ പരിപാടികൾക്ക് രാഹുലിന്റെ തിരിച്ചുവരവ് ഊർജ്ജം പകരുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. അധികാരമേറ്റെടുത്ത് 2 മാസത്തിനുള്ളിൽ ഏതൊരു യുവജന സംഘടനാ നേതാവിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടം കൊയ്ത വ്യക്തിയെന്നാവും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ദിവസങ്ങളിലെങ്കിലും വിശേഷിപ്പിക്കുക. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ സംശയനിഴലിൽ എത്തിച്ചേർന്ന നേതാവിൽ നിന്ന് സർക്കാരിനെതിരെ സമരം നയിച്ച് ജയിലിൽ പോകേണ്ടി വന്ന നേതാവെന്ന പരിവേഷമാണ് രാഹുലിന് ഇനിയുണ്ടാവുക. രാഹുലിന്റെ ഈ ഹീറോ പരിവേഷത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പോഷക സംഘടനകളെ ഉണർത്തിയെടുക്കാൻ വേണ്ടിയും രാഹുലിന്റെ തിരിച്ചുവരവിനെ കോൺഗ്രസ് കാണുന്നുണ്ട്. ഇതിനിടെയാണ് ശനിയാഴ്ച യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പോഷക സംഘടനകളെ വിളിച്ചു ചേർത്ത് യോഗം ചേരാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ഇതിൽ ഭാവി പരിപാടികൾ തീരുമാനിക്കപ്പെടും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനാണ് രാഹുലിന്റെ നീക്കവും. അതിന്റെ തുടക്കം ഇന്നലെ പൂജപ്പുര ജില്ലാ ജയിലിന്റെ മുന്നിൽ നിന്ന് തന്നെ ഉണ്ടായി. ഈ നാടുവാണെന്ന രാജാവെന്ന് വിചാരിക്കുന്ന പിണറായി വിജയനോട് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കിരീടം താഴെ വെക്കുക, ജനങ്ങൾ പിന്നാലെയുണ്ട് എന്ന് കേരളത്തിന്റെ രാജാവർക്കും. പറയാനുള്ളതെല്ലാം ഇന്ന് KPCC ഓഫീസിൽ വാർത്താസമ്മേളനം നടത്തി പറയുമെന്നാണ് രാഹുൽ ഇന്നലെ വ്യക്തമാക്കിയത്. ഇതിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെ രാഹുൽ തുറന്നടിക്കുമെന്നുറപ്പ്. രാഹുലിന്റെ മൈലേജ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന ആലോചന കോൺഗ്രസിൽ തകൃതിയായി നടക്കുന്നുമുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.